പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമല്ലേ. ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി നാം പോലും അറിയാതെ രാക്കാലങ്ങളിൽ ദിനംതോറും ഇടവിടാതെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും എല്ലാവിധ ക്രിസ്തുവിലുള്ള നന്മകൾക്കും വേണ്ടി ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമല്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൽ വലിയൊരു രംഗം ഇതിനോട് സാമ്യപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പത്രോസ് തടവിൽ കിടക്കുമ്പോൾ കാരാഗൃഹത്തിൽ നിന്ന് ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിലേക്ക് പത്രോസിനെ കൊണ്ട് ചെന്ന് നിർത്തുന്ന ഒരു വലിയ രംഗമുണ്ട്. കഥയിൽ തട്ടി വിളിക്കുമ്പോൾ പത്രോസിനെ കണ്ടിട്ട് രോധ എന്ന് പറയുന്ന ബാല്യക്കാരത്തി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനത്തെ ഒരു രംഗം ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഈ ചിന്തയുണ്ടായത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പത്രോസ് ആ വീടിൻ്റെ വാതിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നടക്കുന്നത് വലിയൊരു പ്രാർത്ഥനയാണ്. ഒരു കൂട്ടം ആളുകൾ അവിടെ ആ മറിയയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ സ്വർഗം ചലിപ്പിക്കുന്ന വലിയ പ്രാർത്ഥന ആ മുറിക്കകത്ത് ഉയരുമ്പോൾ പത്രോസിനെ തടവിൽ തുടരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എൻ്റെ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ സത്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് നന്മകളൊക്കെയും നമ്മുടെ പ്രാർത്ഥനയുടെ അധ്വാനം കൊണ്ടാണെന്നൊന്നും നാം ചിന്തിക്കരുത്. നാം പോലും അറിയാതെ രാത്രികാലങ്ങളിൽ പകലിലൊക്കെയും നമുക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഭൂമുഖത്ത് പാർക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കുക. നമ്മളിന്ന് അനുഭവിക്കുന്ന ദൈവകൃപ, ദൈവികമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി, നാം പ്രാപിക്കുന്ന ഓരോ ദൈവികമായ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ പത്രോസിന് വേണ്ടി തടവിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരു കൂട്ടത്തെ പോലെ ഒരു വലിയ ജനസമൂഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ കടക്കാരായിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒറ്റ കാരണത്തിൽ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. പരസ്പരം പ്രാർത്ഥിക്കുക, അവൻ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക. അങ്ങനെ പലതരത്തിൽ പ്രാർത്ഥനയെ വചനം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നാം നിൽക്കുന്ന ഈ ദൈവകൃപ, നാം അനുഭവിക്കുന്ന ഈ ദൈവകൃപയൊക്കെയും നമ്മുടെ മാത്രം അധ്വാനത്തിൻ്റെയോ പ്രാർത്ഥനയോടോ പിൻബലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ നിങ്ങളുടെ അഭിഷിക്തൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ നിലനിൽപ്പ്. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ നിലനിൽപ്പ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആവശ്യങ്ങളിലായിരിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശുശ്രൂഷാമുഖത്തായിരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ മേൽ കിടക്കുന്ന വിളിയുടെ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയൊക്കെയും ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയിൽ നമുക്കും എണ്ണപ്പെടാം. പത്രോസ് പുറത്തു വരുവാൻ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ പത്രോസ് തടവിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെയാണ്. അവൻ വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തെയാണ്. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മളെ അധികമായി ഒരു പ്രയർ അനോയിൻറ്റിങ് നൽകി നിലനിർത്തട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ മേൽ കിടക്കുന്ന കോളിങ്ങിനെ അത് അനേകരിലേക്ക് പ്രയോജനകരമായി തീരത്തക്കവണ്ണം എത്തിക്കുമാറാകട്ടെ. എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ, മാനിക്കട്ടെ, അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. മറക്കരുത്, നമ്മുടെ മാത്രം പ്രാർത്ഥനയല്ല നമ്മുടെ നിലനിൽപ്പ്. നമുക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ
പ്രാർത്ഥനയുടെ പിൻബലം കൂടിയാണ് നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഉയർച്ചയും. ആമേൻ. ഗോഡ് ബ്ലസ് യു.